തിരുവനന്തപുരത്തെ കൗൺസിലർ സുഗതൻ, അദ്ദേഹത്തിന് കാപ്പ അടിച്ചു കൊടുക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? കമ്മ്യൂണിസ്റ്റുകാരുടെ. കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ എത്ര കോർപ്പറേഷൻ ഉണ്ട്? 6 കോർപ്പറേഷൻ. തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ ഒഴികെ ബാക്കിയുള്ള കോർപ്പറേഷനിലൊക്കെ ആരാണ് ഭരിക്കുന്നത് എന്നറിയാമോ? ഈ കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും അതറിയില്ല. വല്ലപ്പോഴും ഇവരുടെ പേരുകൾ വല്ല അഴിമതിയോ വഴക്കോ അല്ലെങ്കിൽ ആ നാടിന്റെ ശോചനീയാവസ്ഥയോ ഒക്കെ വരുമ്പോൾ അറിയും. എന്നാൽ തിരുവനന്തപുരത്തെ മേയർ ആരാണെന്ന് ചോദിച്ചാൽ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാം. അഡ്വക്കേറ്റ് വി രാജേഷ് ആണെന്ന്. സത്യം പറഞ്ഞ പാർട്ടിക്കാരെ വരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഭരണ നൈപുണ്യമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. എന്തൊക്കെയാണ് അദ്ദേഹം ഭരണത്തിൽ വന്നതിന് ശേഷം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? നഗരത്തെ ഭയപ്പെടുത്തുന്ന ആ തെരുവുനായ ശല്യം അത് മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പൊങ്കാല സമയത്ത് അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതുപോലെ മാലിന്യ സംസ്കരണം, റോഡുകളെല്ലാം നന്നാക്കാൻ തുടങ്ങിയിരിക്കുന്നു, തോടുകളെല്ലാം കൃത്യസമയത്ത് തന്നെ വൃത്തിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നരേന്ദ്രമോദിജിയെ അനുസ്മരിക്കും വിധത്തിലാണ് ഉജ്ജ്വല പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മേയർ എന്ന നിലയിൽ. ഇതാണെങ്കിൽ കേരളം ഒട്ടാകെയുള്ള ജനങ്ങൾ നന്നായി വീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായി സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും അറിയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ പിന്നാലെ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഈ ഇരു മുന്നണികളും ഭയപ്പെടില്ലേ? ഇങ്ങനെ പോയാൽ BJP അല്ലാതെ അവിടെ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് കയറി വരാൻ പറ്റും? BJP കേരളം മൊത്തത്തിൽ അങ്ങ് പിടിക്കില്ലേ? ഭരണമൊക്കെ BJPനെ ഏൽപ്പിച്ചാൽ നല്ല വൃത്തിയായിട്ട് നടക്കും എന്ന് ജനമൊക്കെ അങ്ങ് മനസ്സിലാക്കി കളയില്ലേ? ഇങ്ങനെ പോയാലേ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലെ ഒരു മുന്നണിയും അവിടെ കയറിക്കൂടില്ല എന്നറിയുന്നത് കൊണ്ട് ഈ BJPയുടെ കൗൺസിലർമാരിൽ ആരെങ്കിലും ഒരു 2 പേരെ നഗരസഭയിൽ അടുപ്പിക്കാത്ത വിധത്തിൽ, കയറ്റാത്ത വിധത്തിൽ ഒരു 6 മാസത്തേക്കെങ്കിലും മാറ്റി നിർത്താൻ അവരെ കൊണ്ട് സാധിച്ചാൽ അവരുദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടക്കും. ഇത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് തിരുവനന്തപുരത്തെ കൗൺസിലറായിട്ടുള്ള സുഗതൻ എന്ന വ്യക്തിയെ ആദ്യം തന്നെ കുടുക്കിയത് കാപ്പ കേസിൽ. ഇനിയുണ്ട് അവരുടെ ലിസ്റ്റിൽ ആളുകൾ. നമുക്ക് നോക്കാം. ഇതൊക്കെ ഒരു അജണ്ടയല്ലേ? കേട്ടില്ലേ മാധ്യമങ്ങളിൽ ഈ സുഗതനെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? ഗുണ്ട എന്ന്. ജനങ്ങൾക്കിടയിലേക്ക് ഒരു പൊതുബോധം കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇയാളൊരു ഗുണ്ടയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളിലൂടെ സുഗതനെ ഗുണ്ട എന്ന മാത്രം അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് തന്നെ കേട്ടാൽ അറിഞ്ഞൂടെ ഒരു അജണ്ടയാണെന്ന്? പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലവാരം, ഡ്രില്ല് പഠിപ്പിച്ച ആളെ കയറി മാസ്റ്റർ എന്ന് വിളിക്കും, തയ്യൽ പഠിപ്പിച്ച ആളെ കയറി ടീച്ചർ എന്ന് വിളിക്കും. പക്ഷേ ഒരു അധ്യാപികയോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് ഒക്കെ ആയിരിക്കുന്ന ആളെ കയറി പേരെ വിളിക്കുക, ശശികലയെ എന്നൊക്കെ അങ്ങോട്ട് വിളിച്ചു കളയും. അപ്പൊ തന്നെ അറിഞ്ഞൂടെ ഇവന്മാരുടെയൊക്കെ ഒരു ഇരട്ടത്താപ്പ് എന്താണെന്ന്? ഈ കാപ്പ കേസ് പണ്ട് നിങ്ങൾ ഒരാളെ ജയിലിൽ കടത്തിയിട്ടുണ്ട്, നാട് കടത്തിയിട്ടുണ്ട്, അങ്ങ് ഗുജറാത്തിൽ. പിന്നീട് നടന്നതല്ലേ ചരിത്രം. അത് ഞാൻ പറയാം പിന്നീട്. സുഗതൻ എന്ന വ്യക്തിക്ക് കാപ്പ അടിച്ചു കൊടുക്കേണ്ടത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആവശ്യമാണ്. ഇത് ഇവരുടെ പ്ലാനിംഗ് ആണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ അവരുടെ പ്ലാനിംഗ്. ആദ്യത്തെ കാപ്പ ചുമത്തുന്നത് 2023 ഒക്ടോബർ 4-ാം തീയതിയാണ്. 6 മാസം നാട് വിട്ടു നിൽക്കണം എന്നതാണ് അതിൽ പറഞ്ഞിരുന്നത്. അത് പാർട്ടി അഡ്വൈസറി ബോർഡിൽ അപ്പീൽ പോവുകയും അദ്ദേഹത്തിന് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്നറിയിക്കുകയും ചെയ്തിരുന്നു. ബോർഡ് നാട്ടിൽ നിന്ന് മാറി നിൽക്കണ്ട, സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടാൽ മതി എന്ന് എഴുതി കൊടുക്കുകയുമാണ് ചെയ്തത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകെ നിരാശരായി. രണ്ടാമത്തെ പ്രാവശ്യം 2025 ആഗസ്റ്റ് 29-ാം തീയതി അടുത്ത കാപ്പ ചുമത്തി. വീണ്ടും അപ്പീൽ പോയി. അംഗീകരിച്ചുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും സ്റ്റേഷനിൽ വന്ന് ഒപ്പിടാൻ പറഞ്ഞു. കേസുകൾ മുഴുവൻ 2012 മുതൽ സുഗതന്റെ കേസുകൾ കണ്ടുകൊണ്ടാണ് ഈ കാപ്പ ചുമത്തുന്നത്. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഈ കുത്തിയിരിപ്പ് പോലുള്ള സമരം, ചെറിയ ചെറിയ കേസുകളൊക്കെ എടുത്തുകൊണ്ടാണ് ഈ കാപ്പ കേസ് ചുമത്തിയിട്ടുള്ളത്. ഈ പറയുന്ന കേസുകളിലൊക്കെ കോടതി സുഗതനെ വെറുതെ വിട്ടിട്ടുമുണ്ട്. ഇതൊക്കെ ബോർഡിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെയാണ് കോടതി സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിട്ടാൽ മതി എന്ന് പറഞ്ഞത്. 2 കാപ്പ കേസിലെ പ്രതിയാണ് സുഗതൻ എന്ന് പറഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റുകാരുടെ കോട്ടയായിട്ടും വാഴോട്ട് എന്ന് പറയുന്ന ഡിവിഷനിൽ 450 വോട്ടിലധികം വോട്ട് നേടി അദ്ദേഹം അവിടുത്തെ കൗൺസിലറായി. അപ്പൊ പിന്നെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അതങ്ങോട്ട് സഹിക്കുമോ? 2026 ജൂൺ 8-ാം തീയതി വീണ്ടും 3ാമത്തെ കാപ്പ അങ്ങോട്ട് ചുമത്തി. 7 കേസിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ കാപ്പ ചുമത്തിയിട്ടുള്ളത്. ഡാനി എന്ന് പേരുള്ള ഒരു വ്യക്തിയുമായിട്ട് ഈ പറയുന്ന സുഗതൻ അടിയുണ്ടാക്കി. അതിപ്പോഴും കോടതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കോടതി ജാമ്യം നൽകിയതുമാണ്. പിന്നെ മണ്ണ് മാഫിയക്കെതിരെ സമരം ചെയ്തതിന് ടിപ്പർ മുതലാളിയെ അടിച്ചു എന്ന് പറഞ്ഞൊരു കേസ്. ഒന്നിൽ കോടതി ജാമ്യം കൊടുത്തു, മറ്റൊന്നിൽ സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചു. ഈ സ്റ്റേഷൻ ജാമ്യം കിട്ടണമെങ്കിൽ തീവ്രത കൂടുതലാണെങ്കിൽ കിട്ടില്ല. അപ്പൊ തീവ്രത എന്തോരം ഉണ്ടെന്ന് മനസ്സിലായല്ലോ. പിന്നെ ഏതോ ഒരു ചന്ദ്രമോഹനെ ഭീഷണിപ്പെടുത്തി എന്നും പറഞ്ഞ് അടുത്ത കേസെടുത്തു. ചന്ദ്രമോഹൻ എനിക്ക് പരാതിയില്ല, അതെന്നെ കൊണ്ട് കൊടുപ്പിച്ചതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതും എടുത്തില്ല. അടുത്തത് മഹിളാ മന്ദിരത്തിന്റെ അഴിമതി തുറന്നുകാട്ടി. അത് VK പ്രശാന്തിനിട്ടൊരു പണിയായിപ്പോയി. അന്നത്തെ കൗൺസിലറും മേയറും ഒന്നും അറിയിക്കാതെ ദ്രുതഗതിയിൽ അതൊന്നും നടത്തിയപ്പോൾ ഈ സുഗതൻ എന്ത് ചെയ്തു? അത് ജനങ്ങൾക്ക് വേണ്ടി അങ്ങോട്ട് പ്രതികരിച്ചു. അത് വലിയൊരു പ്രശ്നമായി. പിന്നെ ഭക്തിഗാനം പാടിക്കൊണ്ടിരുന്ന ഗാനമേള ട്രൂപ്പുകാരെ ആക്രമിക്കുകയും DJ പാടണം എന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ചെറിയ പ്രോബ്ലം. വീട്ടിലിരുന്ന കൗൺസിലറെ വിളിച്ചു വരുത്തി ഈ പ്രശ്നപരിഹാരത്തിനിടയിൽ അത് ചെറിയ വാക്കുതർക്കങ്ങളായി കേസെടുത്തു. സുഗതന്റെ പേരിലാണ് കേസെടുത്തത്. അത് പിന്നീട് വിട്ടയക്കുകയും ചെയ്ത കാര്യമാണ്. അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും ഉണ്ട്. പിന്നെ 5-ാം തീയതി സുഗതന് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ കോടതി ചെറിയൊരു ഇളവ് കൊടുത്തിട്ടുണ്ട്. കോടതി സമയം നീട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്താണ് സുഗതനെ പോലീസ് കൂടെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതുവരെ എവിടെയും കാണാത്തതുപോലെ
ഇത്രയും കോലാഹലം ഉണ്ടാക്കിയിട്ട് 5-ാം തീയതി സുഗതന്റെ മൂവ്മെന്റ് മനസ്സിലാക്കി 8-ാം തീയതി തന്നെ കാപ്പ ചുമത്തുകയും ചെയ്തു. അത് സുഗതനെ അറിയിക്കുന്നതിന് മുന്നേ അവരെ അറസ്റ്റ് ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പറയുന്ന പോലീസും പാർട്ടിയും കൂടി എത്ര ആലോചിച്ച് ഗൂഢാലോചന ചെയ്തിട്ടായിരിക്കും ആ ഒരു ദൗത്യം ചെയ്തിട്ടുണ്ടാവുക. ഇതൊക്കെ ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. തോക്ക് ചൂണ്ടിയും ഭയാനകമായിട്ട് ഇടപെട്ടും ഒക്കെ അയാൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതൊക്കെ എല്ലാ ജനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടിയും നിങ്ങൾക്ക് കിട്ടും.